ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെ ചോദ്യം ചെയ്യുന്നു. നിലവിലെ തിരുവാഭരണം കമ്മീഷണർ റജിലാലിനെയും SIT വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും 2019 രേഖകൾ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ നീക്കം. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ ആരൊക്കെ ചോദ്യം ചെയ്യുന്നു? ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തേക്ക് വരുത് എന്നുള്ള കർശന നിർദ്ദേശം ഇതിനകം DGP നൽകിയിട്ടുണ്ടല്ലേ? സ്മൃതി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായക ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ SIT എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ജയിലിലായതോടു കൂടിയിട്ടാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ മുൻ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് D സുധീഷ് കുമാർ എന്ന് പറയുന്ന 2019 എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഇയാളാണ് ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നത്. മറ്റുദ്യോഗസ്ഥർക്ക് ഈ പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയതിൽ ഒരാൾ D സുധീഷ് കുമാർ ആണെന്ന് നേരത്തെ SIT കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണിക്കൂറുകളായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് CK വാസുദേവൻ എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും സഹായിയും ഒക്കെ ആയിട്ടുള്ള ആളാണ്. ഇയാളുടെ പേര് നേരത്തെ ശബരിമല സ്പോൺസർഷിപ്പിലും കണ്ടിരുന്നു. കട്ടിളപ്പാളികളടക്കം സ്പോൺസർ ചെയ്യുന്നതിൽ ഈ CK വാസുദേവന്റെ പേരും മുൻപുണ്ടായിരുന്നു. മാത്രമല്ല, കാണാതായ സ്വർണ്ണപീഠം ഇയാളുടെ വീട്ടിലായിരുന്നു ഏറെ നാൾ സൂക്ഷിച്ചിരുന്നതെന്നും നേരത്തെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഈ CK വാസുദേവനെയും ചോദ്യം ചെയ്യലിനു വേണ്ടി തിരുവനന്തപുരം ഈഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മറ്റൊരാൾ തിരുവാഭരണം കമ്മീഷണർ, ഇപ്പോഴത്തെ തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള രജിലാലാണ്. രജിലാലിന്റെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. അത് ചോദ്യം ചെയ്യലിലേക്ക് കടക്കില്ല. കാരണം രജിലാൽ ഈ വർഷം പാളികൾ കൊണ്ടുപോകുന്നതിനെ എതിർത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ രജിലാലിന് നൽകാൻ കഴിയും എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. മറ്റൊരാൾ കൂടി വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ ദേവസ്വം ബോർഡിലെ മരാമത്ത് ഓഫീസിലുള്ള ജീവനക്കാരനായ കൃഷ്ണകുമാറിനെയാണ്. കൃഷ്ണകുമാർ ചില രേഖകൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.